കാലിക്കടവിൽ വെള്ളക്കെട്ട്, നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. +2 കഴിഞ്ഞവരാണോ നിങ്ങൾ? ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. എയർപോർട്ട് കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പയ്യന്നൂർ. ദേശീയപാതയിലെ കാലിക്കടവിൽ വെള്ളക്കെട്ട് ഭീഷണി. നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായി. ദേശീയപാത നിർമ്മാണം നടന്നു വരുന്നതിൻ്റെ ഭാഗമായുള്ള സർവീസ് റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ ഓട്ടോറിക്ഷകളും ഇരുചക്രവാഹനങ്ങളും മുങ്ങി. താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ റോഡിലെ വെള്ളക്കെട്ടിൽ നിന്നും ടാങ്കറുകളിൽ വെള്ളം വലിച്ചു നീക്കിയെങ്കിലും കടകളിലേക്ക് വെള്ളം കയറിയത് വ്യാപാരികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഇത് ഒരു മഴ പെയ്യുമ്പോൾ തന്നെ ഇത്രയും വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇത് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല ഈ വിഷയം. എന്നാൽ ആദ്യം ഡ്രെയിനേജിൻ്റെ പണി ഞാൻ തുടങ്ങേണ്ടായിരുന്നു. ആ ഡ്രെയിനേജിൻ്റെ പണി തുടങ്ങാണ്ട് റോഡിൻ്റെ പണി തുടങ്ങിയ ആ ഒരു ദയനീയാവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ സംഗമഭൂമിയായ കാലിക്കടവിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഒരു രോഗിനെയും കൊണ്ട് പോകണമെങ്കിൽ എങ്ങനെയാണ് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. മേലുദ്യോഗസ്ഥന്മാരെ കുറേ പരാതി കൊടുത്തെങ്കിലും ഒരു മേൽ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. കലക്ടറൊക്കെ ഈ സ്ഥിതിഗതികൾ വെച്ചിട്ട് കലക്ടറൊക്കെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം വേണ്ടപ്പെട്ടവർ കാണുന്നില്ലാന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാലിക്കടവ് ടൗണിൽ നിന്നും കരിവള്ളൂർ ഭാഗത്തേക്ക് നിർമ്മിച്ച സർവീസ് റോഡിനോട് ചേർന്ന് ഓവുചാൽ പണിയാൻ കാലതാമസമെടുത്തതാണ് ഇപ്പോഴത്തെ വെള്ളക്കെട്ടിന് കാരണമായതെന്നാണ് വ്യാപാരികൾ ഒന്നടങ്കം പറയുന്നത്. വ്യാപാരികളുടെ വളരെ ദയനീയ അവസ്ഥയാണ് കാലിക്കടവിൽ ഉള്ളത്. അപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ വെള്ളം കയറിയിട്ട് കടയിലേക്ക് വെള്ളം കയറുകയും ഷട്ടർ വരെ ഉള്ളിലേക്ക് വെള്ളം കയറി ഷട്ടർ വരെ ഒളിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിനൊരു പരിഹാരം അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കാലിക്കടവ്. You can arrest me, sir. റീടേക്ക് വേണോ സർ? റിയൽ ലൈഫിൽ ഇതേപോലുള്ള റീടേക്കുകൾ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ. അതെ, ജീവിത വിജയങ്ങളുടെ പിറകിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ റോളുണ്ട്. +2 കഴിഞ്ഞവരാണോ നിങ്ങൾ? ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. എയർപോർട്ട് കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പയ്യന്നൂർ. Courses: BBA with Aviation and Logistics, BBA with Aviation, BCom with Aviation, Diploma in Aviation, Diploma in Logistics and Supply Chain Management, IATA Travel and Tourism. Focus your dream job with Airborne.